റൗണ്ട് അടിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. എന്തിനാ റൗണ്ട് അടിക്കണം എന്നറിയാമോ? അവന് രാവിലത്തെ ഭക്ഷണം എന്താണ്? ചിക്കനാണോ വെജാണോ? ഇന്ന് മോന് വെജാണ്. ഇന്ന് ചൊരക്ക പപ്പായ ക്യാരറ്റ് അത് പറഞ്ഞപ്പോൾ പോണോ കണ്ടോ. അപ്പം എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് കാലൊക്കെ കഴുകി അവനും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിരിക്കുന്ന ഞങ്ങൾ 5 മണിക്ക് എണീറ്റു. മുറ്റമൊക്കെ അടിച്ചു കഴുകി, അവിടെ മുറ്റമൊക്കെ കഴുകി എല്ലാം വന്നു. അപ്പോൾ പൊന്നു വന്നൊന്ന് റൗണ്ട് ചെയ്യണം. ഇന്ന് എന്താണ് ഭക്ഷണം വന്നൊന്ന് മണപ്പിച്ചു നോക്കേ. അപ്പോൾ അവന് ഇന്നത്തെ ഭക്ഷണം കാണണ്ടേ. അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അല്ലേ, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ അല്ലേ പൊന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് പൊന്നിൻ്റെ ഭക്ഷണം കാണിച്ചു കൊടുക്കണ്ടേ എല്ലാവർക്കും? എന്താണ് പൊന്നു കഴിക്കണമെന്ന് കാണിച്ചു കൊടുക്കട്ടെ മാമ, കാണിച്ചു കൊടുക്കട്ടെ മാമ. അവനെ എല്ലാ ഭാഷയും മറന്നു. ഹിന്ദി ആയിരുന്നാലും ബംഗാളി, അവനെ എല്ലാം അറിയാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ മോൻ്റെ ഫുഡ് എന്താണെന്നറിയാമോ? ഇത് പപ്പായ, ഇത് ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് ചൊരക്ക. അപ്പം ഇതെല്ലാം കൂടെ പപ്പായ. അപ്പം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, പപ്പായ അവർക്ക് പച്ചപ്പപ്പായ പുഴുങ്ങി ഒക്കെ കൊടുക്കുന്നതൊക്കെ ഭയങ്കര. അപ്പം ഞാൻ എപ്പോഴും പുഴുങ്ങി അങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കാറില്ല. ചിലപ്പോൾ ക്യാരറ്റും ബീൻസും പപ്പായയും ബ്രോക്കോളിയൊക്കെ ഇട്ട് പുഴുങ്ങി, തൈര്, അവന് ഇത്തിരി തൈര് വേണം. ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അവന് കുറച്ച് കൂടുതൽ തൈര് വേണം. ഒന്നാമത്തെ ചൂട് സമയമാകുമ്പോൾ ഞാൻ ഇത്രയും തൈര് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ രാവിലെ പോയി അവൻ്റെ അച്ഛൻ അവന് വേണ്ടി തൈര് മേടിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾ വീട്ടിൽ തൈര് ഉണ്ടാക്കും കേട്ടോ. അത് പാത്രത്തിലുണ്ട് ഫ്രിഡ്ജിൽ. ഇത് അവന് വേണ്ടി മേടിക്കാം. അവൻ ഈ തൈര് കഴിക്കുള്ളൂ, അമൂലിൻ്റെ. അപ്പോൾ ഇന്ന് വെക്കാൻ പോകുന്ന ഫുഡ് എന്തെന്ന് വെച്ചാൽ പപ്പായ. ഞാൻ പപ്പായ കട്ട് ചെയ്ത് അവന് വേണ്ടി മുറിച്ച്, ഇത് നാളത്തേക്കാണ് അവന്. ഞങ്ങൾ ഇവിടെ മരമൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കണം. അപ്പോൾ ഇത് ഒരു പപ്പായ മേടിച്ചപ്പോൾ 80 രൂപയായി കേട്ടോ. 80 രൂപയായി പപ്പായക്ക്. നമ്മളൊക്കെ വെറുതെ നാട്ടിൽ കളയുന്ന സാധനമാണ്. പിന്നെ അത് ഈ ചൊരക്ക, ഇത് കണ്ടോ, ഞാൻ ചൊരക്കയും മുറിച്ച്. അപ്പോൾ ഇത് ഇച്ചിരി പിഞ്ചി ചൊരക്കയുണ്ട്, ഞാൻ അതിൻ്റെ കുരുക്കളൊന്നും എടുത്തില്ല. അപ്പോൾ അവന് ഇന്ന് ഞാനിത് കഴുകി വെച്ച് ഇവിടെ വച്ചിരിക്കണം നല്ലവണ്ണം. 2-3 വെള്ളത്തിൽ കഴുകി വെച്ചേക്കണം. ക്യാരറ്റ്, ചൊരക്ക, പപ്പായ, ഇതെല്ലാം കൂടെ ഞാൻ ഫ്രിഡ്ജിലിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് നല്ലവണ്ണം പീച്ചി ചോറുമായിട്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു നേരം അവന് റൈസ് കൊടുക്കുള്ളൂ കേട്ടോ, 2 നേരം റൈസ് കൊടുക്കാറില്ല. ഞാൻ പറയില്ലേ, വൈകുന്നേരം ഒരു ദിവസം മുട്ട, പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ പെഡിഗ്രി, അല്ലെങ്കിൽ ഒന്ന് ഞങ്ങൾ ചിക്കൻ്റെ വെജിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പെഡിഗ്രി ഉണ്ട്, അത് കൊടുക്കും. ഒരു ദിവസം അവന് വേറെ, അങ്ങനെ മാറി മാറി. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ചോറ് കൊടുക്കാറില്ല, ഇല്ലെങ്കിൽ ചിക്കൻ മാത്രം പുഴുങ്ങിയത് കൊടുക്കും കേട്ടോ രാത്രി, അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് കൊടുത്താൽ രാത്രി ഞാൻ ചിക്കൻ പുഴുങ്ങിയത് കൊടുക്കും അവന്. അങ്ങനെ ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം മാത്രമേ അവന് റൈസ് കൊടുക്കുകയുള്ളൂ, കാരണം കൂടുതൽ റൈസ് കൊടുത്താൽ അവർക്ക് ഷുഗർ വന്ന് കയറാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവനെന്നല്ല, ഇതിന് മുമ്പ് എനിക്കൊരു പെറ്റുണ്ടായി. അതിനും ഞങ്ങൾ എണ്ണയോ വെണ്ണയോ നെയ്യോ ഇതോ നമ്മൾ കഴിക്കുന്ന ഫുഡോ ഒന്നും കൊടുക്കാറില്ല. ഒരിത്തിരി ഉപ്പ് മാത്രം, ഒരുപാട് ഉപ്പ് ഇടില്ല. അപ്പം ഞാൻ ഇതൊന്ന് പുഴുങ്ങട്ടെ. പിന്നെ അവനൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ഒരു ഇതൊന്നുമല്ല. നമ്മൾ നല്ല വെള്ളം 2-3 വെള്ളത്തിൽ കഴുകി, നമ്മൾ മനുഷ്യർ കഴിക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ അവന് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവന് ഞങ്ങൾ കൊടുക്കുന്ന. ഇത് നല്ലവണ്ണം ഇത്തിരി പീച്ചി ചോറും വെച്ച് ഇത്രയും തൈരും അവന് കൊടുക്കും കേട്ടോ. അവന് ഇത് കൊടുത്തില്ലെങ്കിൽ മിഷ്ടി ദോയി ഉണ്ട്, മിഷ്ടി ദോയി മേടിച്ചിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ മിഷ്ടി ദോയി മേടിച്ച് ഞാനിങ്ങനെ സ്പൂണിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ചൂട് സമയമുണ്ട്, മിഷ്ടി ദോയിയൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. മിഷ്ടി ദോയി എന്ന് പറയുമ്പോൾ അത് പഞ്ചസാര ഇട്ടല്ല, ചക്കര കൂട്ടിയ മിഷ്ടി ദോയി ഇവിടെ കിട്ടും കേട്ടോ. അത് വല്ലപ്പോഴും മേടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കുക്കറിലിട്ടിട്ട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോൻ്റെ ഫുഡ്, ഉച്ചത്തെ ലഞ്ച് ഇതാണ്. വൈകുന്നേരം ഞങ്ങൾ ചിക്കൻ ഒന്ന് വേവിച്ച് കൊടുക്കും. ചിക്കൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കും. അവനെല്ലാം പ്രത്യേകിച്ച് ഞങ്ങൾ വച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും, അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കുക്കറിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു, ഇച്ചിരി മഞ്ഞൾപ്പൊടിയായിട്ടിട്ട് അവനെ നല്ലെണ്ണ വേവിച്ചെടുക്കുവേ. അപ്പോൾ ഞാൻ എന്നും 2 കവർ പാലിൽ തൈര് ഉണ്ടാക്കി വെക്കും. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോന് കേട്ടോ, എൻ്റെ വലിയ മോനും തൈര് വേണം. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോയിൽ. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്ന തൈര് എൻ്റെ സ്കൂബി മോൻ കഴിക്കൂല കേട്ടോ. അവന് ഈ തൈര്, അമൂലിൻ്റെ തൈര് എന്നെ വേണം.
അവൻ നമ്മളുണ്ടാക്കിയ തൈര് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തുപ്പും ചോറ്. അപ്പോൾ ഇതൊന്ന് വേവിച്ച് നല്ലവണ്ണം എടുക്കുക, നല്ല മഷി പോലെ വേവിച്ചെടുക്കുക, നല്ല പീച്ച് വരാൻ പറ്റുന്ന ഇതിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും പറയാം, നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും കൊടുക്കുകയില്ല. പിന്നെ അവനൊരു നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫുഡ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഒരു ഗസ്റ്റ് വന്നാലോ നമ്മൾ കഴിച്ചാലോ ചിക്കനാവട്ടെ എന്ത് സാധനമായിട്ട് അവൻ ഞങ്ങൾ കഴിക്കുന്നിടത്ത് വന്നിരിക്കുകയില്ല. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ചുകൊണ്ട്, ചെറുപ്പത്തിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനത് ഒരിക്കലും നമ്മൾ കഴിക്കുന്നില്ല. അവൻ്റെ ഫുഡിന് അവൻ വന്നിരിക്കും, ഞാൻ വാരിക്കൊടുക്കുക കഴിക്കുന്നല്ലാതെ അവൻ നമ്മൾ കഴിക്കുന്നിടത്തോ ഒരു ഗസ്റ്റ് വന്നിട്ട് കഴിക്കുന്നിടത്തോ അവൻ സ്നേഹത്തിൽ താഴെ വന്നിരിക്കും. ഭക്ഷണം ചോദിച്ചാലും നമ്മൾ കൊടുത്താലും അവൻ കഴിക്കില്ല, ആരെങ്കിലും ഗസ്റ്റ് വന്ന് കൊടുത്താലും അവൻ കഴിക്കില്ല. അവനിങ്ങനെ നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കുന്നിടത്തും വന്ന് ചോദിക്കുകയിരിക്കുക. അങ്ങനത്തെ സ്വഭാവമൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ആ സ്വഭാവം ഇഷ്ടമല്ല. ഒരു ഗസ്റ്റൊക്കെ വന്ന് അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ ഇവനെ സ്നേഹിച്ചുകൊണ്ട് ഇവനെന്തെന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരാനുള്ള ഞാൻ ഇതൊന്ന് വേവിക്കട്ടെ. ആദ്യം ഇവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക്. ഞാൻ ആദ്യം ഇവൻ്റെ കാര്യങ്ങളെ നോക്കണം. അപ്പോൾ ഇതൊന്ന് അടക്കട്ടെ. കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ എണീറ്റ് ഇവന് എന്ത് കൊടുക്കണം, ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇവൻ്റെ ഫുഡ് ആദ്യം നോക്കും. ഇന്ന് ചിക്കൻ കൊടുക്കണോ, ഇന്ന് വെജ് കൊടുക്കണോ, ഇന്ന് ആപ്പിളും പഴവും തൈരും കൂട്ടി ചോറ് കൊടുക്കണോ എന്താണെന്നുള്ള ആദ്യമേ നോക്കി അവൻ്റെ ഫുഡ് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാക്കി വെക്കും. ഞാൻ തലേ ദിവസമേ ഓർക്കും അവന് ഉച്ചയ്ക്ക് എന്ത് കൊടുക്കണം, രാത്രി ഇന്ന് ചിക്കൻ പുഴുങ്ങിയത് കൊടുക്കണോ, പെഡിഗ്രി കൊടുക്കണോ, അങ്ങനെ. അപ്പോൾ എന്നും പെഡിഗ്രി നമ്മൾ കൊടുക്കാറില്ല, ഒന്നിരാടൊക്കെ കൊടുക്കുള്ളൂ. ചില ആഴ്ചയിൽ 3 ദിവസം പെഡിഗ്രി അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ ഡോക്ടർ തന്ന അഡ്വൈസ് പോലെയാണ് ഇവനെ ഞാൻ ചെറുപ്പം മുതലേ നോക്കുന്നത്. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കൾച്ചർ ഫോം പെറ്റിനെയും ഞാൻ അങ്ങനെ തന്നെ നോക്കുന്നത്. അപ്പോൾ ഇത് വെന്തിട്ട് അവന് കൊടുക്കാം. രാവിലെ വന്ന് പുള്ളി ഇവിടെ വന്ന് റൗണ്ടൊക്കെ അടിച്ചു കേട്ടോ, എന്തെന്നൊക്കെ നോക്കി ഒന്ന് മണപ്പിച്ചു. അപ്പോൾ പപ്പായുടെയൊക്കെ മണമാണ്. കൊച്ചിന് ഒന്നിനോട് ഒരു ഇതില്ല. അവനെ അറിയാൻ ഞാൻ എന്താണ് നല്ലതേ വാരി കൊടുക്കുള്ളൂ, നല്ലതേ കൊച്ചിന് ഹെൽത്തിന് കൊടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് അവനിങ്ങനെ കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ വരേയില്ല. ഒരു പക്ഷേ ഒരു ഗസ്റ്റ് വന്ന് ഞാൻ അവരോട് പറയും ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവൻ ഇവിടെ വരില്ല. ഗസ്റ്റ് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ അടുത്ത് വരില്ല. അങ്ങനെ വന്നിരുന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല, അവൻ തിരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഒരു ശീലം ഞാൻ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അന്നൊക്കെ ഗസ്റ്റ് വരുമ്പോഴേ നമ്മൾ വന്നിരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊന്നും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനെ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത് അതങ്ങ് ശീലിപ്പിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെയാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വന്ന് ഇരിക്കാറില്ല. എന്താണ് വെച്ചെടുക്കണേ? ഓ അങ്കിളാ എ സി ഇടുന്ന അകത്തേക്ക് കയറി. അല്ല, പപ്പായി ക്യാരറ്റ് ചുരക്ക എല്ലാം വെന്തിട്ട് ഞാനിത് ചൂടോടെ തന്നെ നമ്മളിങ്ങനെ കാണിച്ച് വെക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കും അവനിങ്ങനെ കൊടുത്താൽ പോരെ, ഇങ്ങനെയൊക്കെ എന്തിനാണ്. അത് ഞാൻ വാരി കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ വാരി കൊടുക്കുമ്പോൾ അവനത് ശീലിച്ചു പോയി. ചെറുപ്പത്തിൽ ഇങ്ങനെ വാരി കൊടുത്തിപ്പോൾ ഞാൻ വാരി കൊടുക്കാതെ അവൻ കഴിക്കില്ല. പെഡിഗ്രിയൊക്കെ ആണെങ്കിൽ ഞാൻ അടുത്തിരിക്കണം കഴിക്കാൻ, എടുത്തെടുത്ത് കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ. മുട്ടയായിരുന്നാലും ചിക്കനായാലും ഞാൻ അടുത്തിരിക്കണമെന്നാണ്, ഇല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ അടുത്തിരിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം ബ്ലമ്മനെ ആക്കിയിട്ട് ചോറും കൂടെ വെച്ച് ഞാൻ എങ്ങനെയും ഞാൻ പല വീഡിയോയിലും അത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടെ കാണിക്കണം. ഇവർക്ക് പച്ചക്കറി ഞാൻ വേറൊരു ഇറച്ചി കൊടുക്കാറില്ല കേട്ടോ, ഒൺലി ചിക്കനാണ്. ഞാൻ വേറൊരു ഇറച്ചിന്ന് ഇവർക്ക് കൊടുക്കാറില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് പാല് കൊടുക്കാറില്ല, പാലൊക്കെ മന ചെയ്ത് കേട്ടോ. തൈര് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു, കാരണം ഇവിടുത്തെ ചൂടിനൊക്കെ തൈര് കൊടുക്കണം. പപ്പായയൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ലിവറിനും അവരുടെ ഹാർട്ടിനും പിന്നെയെന്ന് പറഞ്ഞാൽ അവരുടെ വയറിനൊക്കെ നല്ല സാധനമാണ്. ഞാനിത് ഇങ്ങനെ ഒന്ന് കാണിച്ച് പീച്ച് ചോറും ഒക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പല വീഡിയോസിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവന് കൊടുക്കുന്ന ഫുഡും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോനവിടെ ഇരിക്കുന്ന ചോറ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കൊടുക്കണമെന്ന് കാണാം. ഇത് ചുരക്ക, ക്യാരറ്റ്, പപ്പായ, ചിലപ്പോൾ ഒരു ഇച്ചിരി പരിപ്പും കൂടെ ഇടാൻ വേണമെങ്കിൽ. എന്നിട്ട് പക്ഷേ എൻ്റെ മോന് തൈര് വേണം കേട്ടോ. വെറും പച്ചക്കറി കൂട്ടി കൊടുത്താലൊന്നും അവൻ തുപ്പിക്കളയും. കൊച്ചു പിള്ളേർ വായിൽ വെക്കുന്ന പോലെ വച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ തൈര് അവന് മസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോറും കൂടെ വെച്ച് പീച്ചി കൊടുക്കുന്നത് കാണിച്ചു തരാം. ദേ പോകുന്നുണ്ട്. ഓ എ സി റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര ചൂട്. ആ
ഈ ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്, ഇപ്പോൾ കൊടുക്കാം. അവൻ നേരത്തെ ഇറങ്ങിക്കോളും, മുമ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ അതുപോലെ. ഇനി ഒരു തടവലൊക്കെ ഉണ്ട്, ഒരു തടവലും പിടിക്കലും ഒരു നോട്ടമൊക്കെ ഉണ്ട്. പുറത്തേക്ക് തലയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അകത്തേക്ക് കയറുള്ളൂ ഇങ്ങോട്ട്. പൊക്കോ എനിക്ക് ഒരുപാട് ഇതുണ്ട്, ജോലിയൊക്കെ ഉണ്ട്. ഓടിപ്പോ ഓടെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നു കേട്ടോ, ഓടെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എന്തൊരു കഷ്ടമാണ്. ഓടിയാ മോൻ, മമ്മി ഓടെന്ന് പറഞ്ഞപ്പോൾ ഓടിയാ. ശരി, ഡാഡി പോയല്ലേ, ശരി. ചൂട് നിൽക്കാൻ പറ്റുന്നില്ല അവന്, രാവിലെ ആയിട്ട് ഇത്ര ചൂട് കേട്ടോ. കണ്ടോ ഓടുന്നത്. കൈയും കാലും തന്നെ തുടക്കട്ടെ മമ്മ. താ അപ്പുറത്ത് തന്നേ, കാല് തന്നേ, കാലൊക്കെ താ. ആ തുടച്ചിട്ട് കയറാം കേട്ടാ, തുടച്ചിട്ടൊക്കെ കയറാം നമുക്ക്. കാലും കൈയൊക്കെ തുടക്കാതെ കയറാൻ പറ്റുമോ പോന്നാ? അവന് AC റൂമിൽ പോകണം കേട്ടോ, അതിനാണ് ഇത്. കാലും കൈയൊക്കെ തുടച്ച് ഓടി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി കിടന്നോ, ചേട്ടൻ്റെ അടുത്ത് പോയി കിടന്നോ. ഇത് കണ്ടോ, സ്നേഹം. കാലും കൈയൊക്കെ തുടച്ചതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. പൊക്കോ, AC ഇട്ടേക്കട, പൊക്കോ. ഇത് കാറ്റ് വരുന്നത്. വാ, മമ്മി അടിച്ചൊക്കെ വാരിയിട്ട് വരാം. തുടച്ചിട്ടൊക്കെ വരാം. എന്നിട്ട് ഫുഡൊക്കെ തരാം. പോയി ഓട്ടമാണ് കേട്ടോ, കണ്ടില്ലേ അവന് ഓടുന്നുണ്ടോ? ഓട്ടമാണ് കേട്ടോ. ഇന്നെന്തോ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. അതിന് കുറച്ച് നേരം ബോൾ കളിക്കണം ഒക്കെയാണ്. പിടിച്ചോണം കേട്ടോ പൊന്നെ, പിടിക്കാൻ വേണ്ടിയേ വരണം കേട്ടോ. പിടിച്ചോണ. ശരി മമ്മി ഇട്ടേരാ, ഓടണ്ട. കണ്ടോ കാല് കൊണ്ടൊക്കെ തട്ടല് കണ്ടോ അവൻ. പിന്നെ ആള് വില്ലനാണ് കണ്ടോ. കണ്ടോ, ആള് വില്ലനാണ്. അവന് ഇടയ്ക്കൊക്കെ ബോൾ കളിക്കണം, ഇതുപോലെ കറങ്ങണം. ചായനെ കണ്ടോ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കുന്നു. പിടിച്ചോ, നീ പിടിച്ചോ, പിടിച്ചോ എന്നാ നീ പിടിച്ചെടുത്തോ. നീ കയറി ജമ്പ് കണ്ടോ, വായിൽ പിടിച്ചിട്ട് കൈ കൊണ്ട് കണ്ടോ, കൈ കൊണ്ടൊക്കെ ചെയ്യണുണ്ടോ. കൈ കൊണ്ട് എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടായിട്ടാ പോയത്. കണ്ടോ, ഇതെന്താ പൊന്നാ, അങ്ങോട്ട് ഇടാതെ. മമ്മിക്ക് വയ്യ. മമ്മി ഇങ്ങനെ ബോൾ കളിച്ചോണ്ടിരുന്നാൽ മതിയോ നിന്നോട്? വീട്ടിലെ പണിയൊക്കെ നിനക്ക് കഴിക്കണ്ടേ? മോൻ്റെ ഫുഡൊക്കെ അതേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചേക്കോ, പിടിച്ചോ. ക്യാച്ച്. അവൻ്റെ കൂടെ നമ്മൾ തുള്ളണം. ക്യാച്ച്. കണ്ടോ എടുത്തോണ്ട് വന്നൊക്കെ കണ്ടോ. കണ്ടോ ഭയങ്കര കളിയാണ് കേട്ടോ, ഭയങ്കര കളിയാണ്. നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല ഇവൻ. കണ്ടോ, അതിൻ്റെ ഇടയിൽ പോയി എടുത്തോണ്ട് വന്നുണ്ടോ. വായ കൊണ്ട് കളിച്ച് അവിടെ ഇട്ട് കൈ കൊണ്ടൊക്കെ. കൈ കൊണ്ട് കേട്ടോ, വായ കൊണ്ടല്ല, കൈ കൊണ്ട്. എന്നാ വായ കൊണ്ട് എടുക്കല്ലേ. കണ്ടോ അച്ഛാ എടുക്ക. എവിടെ പോനാ? അതേ പോയി, മതിയായി മുട്ടി. അവന് അകത്തേക്ക് AC റൂമിൽ പോയി കളിക്കണം. എനിക്ക് വേറെ പണിയുണ്ട് പൊന്നോ. ചൂട് ഇവിടെ പൊരിഞ്ഞ ചൂട്, അവന് നിൽക്കാൻ പറ്റുന്നില്ല. ഫാന് 2 ഇട്ട് കൊടുത്തിട്ട് അതാ AC റൂമിൽ കയറിയിട്ട് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടോ. ഇവന് എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? ഈ ബോൾ അവിടെ ഇട്ട് കളിക്കാനാ. അവിടെ ഇട്ട് കളിക്കാനൊന്നും പറ്റില്ല, അവിടെ ചേട്ടൻ കിടക്കുന്നത്. അടയ്ക്ക്, വാതിലടയ്ക്ക്, പിന്നെ വന്നാൽ മതി. ശരി, വള്ളക്കൊടുക്ക. ചൂട് എന്തോ ചൂടാണ്. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ഇതിനേക്കാൾ പൊരിഞ്ഞ ചൂടായിരിക്കും. അവന് മോൻ്റെ ചോറ് തണുക്കാൻ വെച്ച് ചോറൊക്കെ ആയി കേട്ടോ. ഇനി കുക്കറൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഇത് കണ്ടോ. കുക്കറിൽ നിന്ന് അവന് വേവിച്ച ക്യാരറ്റ്, ചൊരക്ക, പപ്പായ ഇതും തൈരും കൂടെ ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് പീച്ചി അവന് കൊടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെറ്റുള്ളവരൊക്കെ എന്താ ചിന്തിക്കുന്നത് ഫ്രണ്ട്സ്? പെറ്റുള്ളവർ നമ്മളെന്താ ചിന്തിക്കുന്നത് പറ? നമ്മുടെ പെറ്റ് ആയുസ്സും ആരോഗ്യത്തോടും ഇരിക്കണം എന്നല്ലേ. പെറ്റുള്ളവർ, പെറ്റിനോട് സ്നേഹമുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ അതിന്
അവർക്ക് നല്ല പരിചരണം കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക, അവർക്ക് ഡോക്ടർ പറയുന്ന രീതിയിൽ കൊടുക്കുക, അവരുടെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. ഇവനിപ്പോൾ ഇത്തിരി വെയിറ്റ് കൂടിയപ്പോൾ അത്രയധികം വെയിറ്റ് വേണ്ടാന്നാണ് ഡോക്ടർ പറയുന്നത്, കുറക്കാൻ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടാത്ത ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ പെഡിഗ്രിയൊക്കെ ആയിരുന്നാലും ഒരു ഗ്രാമുണ്ട് കേട്ടോ, അത് ഡോക്ടർ പറയും. ആ ഗ്രാമിനനുസരിച്ച് ഓരോ പ്രായവും ഓരോ വയസ്സും അവരുടെ കിലോയൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറയും, അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക. പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക, അവരുടെ ഷുഗർ, ലിവർ, ഹാർട്ട്, ഇങ്ങനെ എല്ലാം നമുക്ക് മനുഷ്യന് വരുന്ന എല്ലാ അസുഖങ്ങളും അവർക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്കപ്പ് ചെയ്ത് ഡോക്ടർ പറയുന്നതിനനുസരിച്ചുള്ള മരുന്നുകളും കൊടുത്ത് അവരുടെ സ്കിന്നിൻ്റെ, ഇപ്പോൾ ലാബെന്ന് പറയുമ്പോൾ കൂടുതൽ സ്കിൻ ഡിസീസാണ് വരുന്നത്. അപ്പോൾ അവന് സ്കിന്നിൻ്റെ മരുന്നൊക്കെ ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടറിൻ്റെ അനുസരണ പ്രകാരം, അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് പ്രകാരമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. പിന്നെ അവരെ നല്ലവണ്ണം പരിചരിക്കുക, നല്ല വെള്ളം കൊടുക്കുക കേട്ടോ. ഈ ചീത്ത വെള്ളമൊന്നും പൈപ്പിൽ നിന്നുള്ളത് കൊടുക്കാതെ നല്ല വെള്ളം, നല്ല പാത്രം, അവരെ പാത്രങ്ങളൊക്കെ കഴുകി നല്ല വെള്ളം കൊടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരും. പിന്നെ അതുപോലെ അവർക്ക് വാരിക്കോരി സ്നേഹം കൊടുക്കുക. ആ സ്നേഹം കൊടുക്കുമ്പോൾ അവരെ ബ്രെയിനും അവരെ ശരീരവും എല്ലാം നല്ലതായിട്ട് വരും. അവർക്ക് ആയുസ്സും ആരോഗ്യം, നമ്മൾ മനുഷ്യനെയും കുട്ടികളെയൊക്കെ നോക്കുന്ന പോലെ തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യുക. അപ്പോൾ പെറ്റിനെ സ്നേഹിക്കുന്നവർ നമ്മൾ കൂടുതലും ഓർക്കുന്നത് എന്താ, അവർ ആയുസ്സും ആരോഗ്യത്തിലിരിക്കാനല്ലേ. അപ്പോൾ അവർക്ക് സ്നേഹവും അതിൻ്റേതായ പരിചരണവും കൊടുത്തു കഴിയുമ്പോൾ അവർ നല്ലവണ്ണം ആയുസ്സും ആരോഗ്യത്തിലിരിക്കും. അപ്പോൾ നമ്മൾ പെറ്റിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അല്ലാത്തവർ വെറുതെ മെസ്സേജ് ഇടരുതേ, വേണ്ടാത്ത മെസ്സേജ് ഒന്നും ഇടരുത്. പെറ്റിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വെജിറ്റബിൾ കൊടുക്കുക. എണ്ണ അതൊക്കെ ഉള്ളത് നമ്മൾ വെക്കുന്ന കറികൾ എണ്ണയൊക്കെ ഇടുന്നത് അധികം കൊടുക്കാതിരിക്കുക. സ്വീറ്റായിട്ടുള്ള സാധനങ്ങൾ, സ്വീറ്റ്സ് സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. മധുര പലഹാരങ്ങൾ അതൊക്കെ കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ലിവറും ഹാർട്ടും എല്ലാം നല്ലതായിട്ടിരിക്കുക, ഷുഗറൊന്നും വന്ന് കയറത്തില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ വെജിറ്റബിളും കൊടുക്കാൻ നോക്കുക, ഫ്രൂട്ട്സും കൊടുക്കാൻ നോക്കുക, എല്ലാം കൊടുക്കാൻ നോക്കുക. വേണമെന്നുള്ളവർ അതിൻ്റേതായ രീതിയിൽ എല്ലാം അവർക്ക് പരിചരണവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, സ്നേഹവും വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കും. അപ്പോൾ അത് എൻ്റെ പെറ്റിൻ്റെ ഫുഡായി. ഇത് നിറച്ച് ചൊരക്കയും പപ്പായയും ക്യാരറ്റുമാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ അവന് വാരി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇവരുടെ ഹെൽത്ത്. അപ്പോൾ ഇനി മെഡിസിൻ കൊടുക്കണം അവന്. മെഡിസിൻ കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കുള്ളൂ. ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു നേരം ചോറ് കൊടുക്കാറുള്ളൂ കേട്ടോ. വൈകുന്നേരം ചിക്കൻ പുഴുങ്ങിയതോ മുട്ടയോ അല്ലെങ്കിൽ ഇച്ചിരി പെഡിഗ്രി ഇത്ര ഗ്രാമൊന്നുണ്ട്, ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു മെഡിസിനുണ്ട്, അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പല്ലൊക്കെ ഒന്ന് കഴുകി വായൊക്കെ കഴുകി അവനൊന്ന് ഒരിടത്തിരിക്കും. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പോരിഞ്ഞ ചൂട്. ഞാനിതേ ഒരു ടർക്കി തോളിലിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. അവരുടെ ഹെൽത്തും കാര്യങ്ങളിലൊക്കെ കുറിച്ച് പറഞ്ഞല്ലോ ഫ്രണ്ട്സ്. എല്ലാവരും പെറ്റിനെ സ്നേഹിക്കുന്നുള്ളവർ ഇതുപോലെയൊക്കെ നോക്കുക കേട്ടോ. ആവശ്യമില്ലാത്ത മരുന്ന് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കരുത്, ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.